ഏത് വർഷമായിരുന്നു നിങ്ങളുടെ വിവാഹം? ഏത് വർഷമായിരുന്നു വിവാഹം? 2003. 2003, 2004, 2002. അല്ല, ഞാൻ അതിൽ വളരെ വീക്കാണ് കേട്ടോ, ഒന്നും ചോദിക്കരുത്. അങ്ങനെയല്ല, എനിക്കല്ല ചേച്ചി, എൻ്റെ എല്ലാം മറന്നല്ല, എനിക്ക് പെട്ടെന്ന് വർഷം ചേച്ചി ഇങ്ങനെ ചോദിക്കുമ്പോൾ മറ്റേ ഇന്റർവ്യൂ ഇത്രയും പ്രണയവും ഇത്രയും 2003 ഏപ്രിൽ 24 വ്യാഴാഴ്ച 10-നും 11-നും ഇടയ്ക്കുള്ള വരുന്ന വഴിക്ക് ബീനെ പഠിപ്പിച്ച് വിട്ടോ? ഇല്ലില്ല, ഇത് ബീനെ പഠിപ്പിച്ചതെന്നല്ല എനിക്ക്, പക്ഷെ എനിക്ക് പെട്ടെന്ന് എന്നെ വിളിച്ച് ചോദിക്കടക്കേടി നമ്മുടെ കല്യാണം 2003 ഇപ്പോഴല്ല, ഞാൻ ഇടയ്ക്ക് ചിലപ്പോൾ മറന്നുപോയിട്ട്. പിന്നെ നമ്മുടെ എടി എന്റെ ബർത്ത്ഡേ എന്നാ ഫണ്ണി ചോദ്യമാണ്, എന്നാലും ചോദിക്കാം. ബീനെ എവിടെ വെച്ചാ പരിചയപ്പെട്ടത്? ഇവിടെ ഒന്നും വെച്ചല്ല, അമേരിക്കയിലോ? മുംബൈ. നിങ്ങൾ ഇവിടെ സ്ഥലമില്ല? അവിടെ പോയി അല്ല, അങ്ങനെയല്ല, പരിചയപ്പെടാൻ വേണ്ടിയോ? അല്ല, ഞങ്ങൾ അവിടെ വെച്ചിട്ടാണ് ശരിക്കും ഞങ്ങൾ തമ്മിൽ ആദ്യമായിട്ട് കാണുന്നത്. പ്രോഗ്രാമിന് വെച്ചിട്ട് കാണും. ഗോഡ് പ്രോമിസ്. ഞങ്ങൾ അന്ന് അതിനുശേഷം എത്രയോ മാസങ്ങൾ നല്ല തിക് ഫ്രണ്ട്സ് ആയിരുന്നു, അറിയാമോ? നല്ല ഫ്രണ്ട്സ് ആയി, ഭയങ്കര ഫ്രണ്ട്സ് ആയി. എല്ലാ കാര്യങ്ങളും എനിക്കുണ്ടായിരുന്ന കോളേജിലുണ്ടായിരുന്ന അനുഭവങ്ങളും പ്രേമവും ഒക്കെ തിരിച്ചു പറയും. ഇദ്ദേഹത്തിൻ്റെ പഴയകാല പ്രേമമൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെയൊക്കെ ഞങ്ങളെല്ലാം തുറന്നു പറയുന്ന വളരെ നല്ല ഫ്രണ്ട്സായി. എല്ലാ ദിവസവും സംസാരിക്കും. ഈ സംസാരം ഇങ്ങനെ അങ്ങോട്ട് നീണ്ട് എല്ലാ ദിവസവും സംസാരിക്കും. വർക്ക് കഴിഞ്ഞ് വന്നാൽ അങ്ങനെ മണിക്കൂർ സംസാരിച്ച് പിന്നെ ഇതെന്താ സംസാരിക്കാതെ കിടക്കാൻ പറ്റാത്തൊരവസ്ഥ. എന്നും പുള്ളിയായിട്ട് സംസാരിക്കാം. അപ്പം ഞാൻ ഇതൊരു ശരിയല്ലല്ലോ, ഇനിയിപ്പോൾ അന്ന് അങ്ങനെ വേണ്ട, എല്ലാ ദിവസവും സംസാരിക്കാതെ കിടക്കാൻ പറ്റുന്നില്ല. നമുക്ക് രണ്ടുപേർക്കും ചിന്തയായി അങ്ങനെ. ഞങ്ങൾ രണ്ടും കൂടെ അതെ, കാരണം നമ്മൾ രണ്ടും ഫ്രണ്ട്സാണ്, പക്ഷേ നമ്മൾ എതിർലിംഗത്തിൽപ്പെട്ടവരാ. ഒരിക്കലും ഒരു പരിധി വിട്ട് 12 മണി 1 മണി വരെ നമ്മൾ സംസാരിക്കാൻ പാടില്ല, തെറ്റാണത് അല്ലേ? അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കിനി സംസാരിക്കുകയാണെങ്കിൽ രാത്രി ഒരു മണിക്കൂർ മാക്സിമം, അരമണിക്കൂർ സംസാരിച്ച് നിർത്താം. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയണത് ശരിയാണ്, എനിക്കും തോന്നിയതാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അത് ഡിക്ലെയർ ചെയ്ത് പിറ്റേ ദിവസം ഞങ്ങൾ വിളിച്ചല്ല, ഞങ്ങളൊരു 10 മിനിറ്റ് സംസാരിച്ചിട്ട് കട്ട് ചെയ്തു. രാത്രി പകലൊക്കെ സംസാരിക്കാറുണ്ട്, പക്ഷെ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു രക്ഷയില്ല. എന്താ ഇതൊരു വല്ലാത്ത, ഇതുവരെ ഇല്ലാത്തൊരു വേദനയോ എന്തൊക്കെയോ. നമുക്ക് പറഞ്ഞിട്ടില്ല, ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല, അതെന്റെ ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഞങ്ങൾ വേദന എന്ത് ചെയ്ത് കുത്തില്ല. ഞാൻ മനുവിൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് മനുവിൻ്റെ ഏജ് ചോദിച്ചു. എനിക്ക് സത്യത്തിൽ പറയണമെന്നുണ്ടായിരുന്നു. ഇത് വെറുതെ തമാശ പ്രേമമല്ല, ഞങ്ങൾക്ക് നല്ല മെച്ചൂർഡായിട്ടുള്ള ആൾക്കാരാണ് ശരിക്കും. അപ്പോൾ അല്ലാണ്ട് ഈ 18 വയസ്സുള്ള കുട്ടികളല്ലല്ലോ. അപ്പോൾ മനുവിൻ്റെ ഏജ് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ അതൊന്നും സംസാരിച്ചിട്ടില്ല. മനുവിൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു എത്ര വയസ്സുണ്ടെന്ന് മനുവിന്. അപ്പോൾ മനുവിൻ്റെ പ്രായം പറഞ്ഞപ്പോൾ എനിക്ക് ഓക്കെ. അപ്പോൾ മനുവിനേക്കാളും 2 വയസ്സിന് ഞാൻ താഴെയാണ്. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. അങ്ങനെയാണ് പിന്നെ ഞാൻ ചോദിച്ചു മനുവിൻ്റെ അടുത്തല്ലേ ഇഷ്ടമാണോ എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു ഇഷ്ടമാണോ എന്നൊരു മെസ്സേജ്. അപ്പോൾ എന്നെ കളിയാക്കിക്കൊണ്ട് ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ മനസ്സിലായില്ല, എന്താ ഉദ്ദേശിച്ചത് തിരിച്ച് ഒന്നും അറിയാത്ത രീതിയിൽ കാര്യം എനിക്ക് മനസ്സിലായി. ഇപ്പോഴാകെ സോറി എന്നൊക്കെ പറഞ്ഞു. ദൈവമേ, ഫ്രണ്ട്ഷിപ്പ് ഒക്കെ നാശമായോ എന്നൊക്കെ വിചാരിച്ചു. എൻ്റെ അടുത്ത് പറഞ്ഞു. അല്ല, നമ്മളുടെ ഉള്ളിലും കിടക്കായിരുന്നു കേട്ടോ ഒരു എന്താ അറിയാതെ പൊങ്ങിയ ഒന്നൊരു സ്നേഹം. അത് അറിയാതെ പാലാഴി കടഞ്ഞ് പൊങ്ങിയ ഒരു സ്നേഹമാണല്ലേ. നിങ്ങളുടെ വിവാഹം എന്ത് ആചാരപ്രകാരം നടന്നത്? മനുഷ്യ ആചാരപ്രകാരം രജിസ്റ്റർ ഓഫീസിൽ പോയി ഞങ്ങൾ ചെയ്തു. എല്ലാവരും അച്ഛനും അമ്മ എല്ലാവരും കൂടെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ അമ്പലത്തിൽ അപ്പോഴേക്ക് സമയം കഴിഞ്ഞ് അടച്ചിട്ടുണ്ടായി. പക്ഷെ അമ്പലത്തിൽ രണ്ടിടത്തും പോയി തൊഴുതു. പള്ളി പുണ്യാളന്റെ അവിടെയും പോയി പ്രാർത്ഥിച്ചു. കലൂര് അന്തോണി പുണ്യാളന്റെ അവിടെ പോയി പ്രാർത്ഥിച്ചു. എല്ലാവരുടെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ച് വീട്ടിൽ വന്നു. നിങ്ങൾക്ക് പള്ളിയുടെ ഭാഗത്ത് നിന്ന് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല? പ്രശ്നം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. ഞാൻ പിന്നെ അതിൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇനി ഒരു ചടങ്ങുകളും ചെയ്യാൻ പാടില്ല. ആക്ച്വലി ആണോ? ഒന്നും ചെയ്യാൻ, ഞാൻ അവിടെ കുർബാന സ്വീകരിക്കാൻ പാടില്ല. ഞാൻ അന്യമത ഞാൻ ശരിക്കും പുറത്താക്കപ്പെട്ട രീതിയിലാണ്. ഞാനിപ്പോൾ പള്ളിയിൽ എനിക്ക് പോകുന്നോണ്ട് വിലക്കൊന്നുമില്ല, എവിടെയും പോകും. കുഞ്ഞിനെ എന്ത് മതത്തിൽപ്പെടുത്തും? ആക്ച്വലി മതം ഒന്നും വേണ്ടാന്നുള്ള തന്നെയായിരുന്നു ഞങ്ങൾ. പക്ഷെ മോൻ 28 കെട്ടി. 28ാമത്തെ ദിവസം നമ്മൾ ചടങ്ങ്. അപ്പോൾ പിന്നെ സ്കൂളിൽ ചെന്നപ്പോഴും അവൻ്റെ അടുത്ത് ഇങ്ങനെ ഞങ്ങൾ മതം ഒന്നും വെക്കേണ്ടെന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു. അപ്പോൾ അവരിങ്ങനെ ചോദിച്ചപ്പോൾ എന്താണ് മതം വെക്കേണ്ടതെന്ന് വെച്ചപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു, ഇനിഷ്യേറ്റീവ് എടുത്ത് പറഞ്ഞു, മോന് അച്ഛൻ്റെ ഇത് വെച്ചോളാൻ പറഞ്ഞു. കാരണം ബൈ ബർത്തിൽ ഇപ്പോൾ ഞാൻ അവനെ ബാപ്റ്റിസം ചെയ്യാത്തിടത്തോളം കാലം അവൻ ഹിന്ദു ആണ്. ആക്ച്വലി ജീവിതം സന്തോഷമായിരിക്കട്ടെ. വളരെ സന്തോഷം. ഇത്രയും നേരം നമ്മൾ രസകരമായിട്ട് കുറച്ച് നേരം കാര്യങ്ങൾ പറഞ്ഞു അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ഞാൻ പറയണത് മറ്റൊന്നുമല്ല, മനസ്സിൽ എല്ലാവരുടെ ദാമ്പത്യത്തിലും
മനസ്സിൽ 100 മഴവില്ലുകൾ വിരിയട്ടെ അല്ലേ? ഞങ്ങൾ ആശംസിക്കും. പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോട്ടെ. ചെറിയ ചെറിയ വഴക്കുകളൊക്കെ ആവശ്യമാണ്. ആ ചെറിയ വഴക്കുണ്ടെങ്കിലാണ് പിന്നെയുള്ള കൂടലിനൊരു പ്രത്യേക ഒരു സുഖം വരുന്നത് അല്ലേ? അപ്പം അതുകൊണ്ട് അത് എപ്പോഴും ആവശ്യമാണ്, ചെറിയ ചെറിയ പിണക്കങ്ങളും. പക്ഷേ അത് വേഗം വേഗം തീർക്കാൻ നോക്കണല്ലേ, അത് മനസ്സിലാക്കുന്നു. ഓക്കെ, മനുവിനും കൂടിയുള്ളൊരു വാർണിംഗ് ആണത്. അപ്പം സന്തോഷം. സന്തോഷം.